2024 NEET കെമിസ്ട്രിയിലെ ഫസ്റ്റ് ക്വസ്റ്റൻ ആണ്. ദ കോമ്പൗണ്ട് ദാറ്റ് വിൽ അണ്ടർഗോ SN1 റിയാക്ഷൻ വിത്ത് ദ ഫാസ്റ്റസ്റ്റ് റേറ്റ്. ഇതിൽ ഏത് കോമ്പൗണ്ട് ആണ് ഏറ്റവും വേഗത്തിൽ SN1 റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത്? നമ്മൾ തേർഡ് കോമ്പൗണ്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഹാലോജൻ ബെൻസീൻ റിങ്ങുമായിട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ SN1 റിയാക്ഷൻ നടക്കുന്നില്ല. ഇനി ഫസ്റ്റ് കോമ്പൗണ്ട് കൺസിഡർ ചെയ്താലോ? ഇവിടെ ഫോം ചെയ്യുന്നത് ഒരു പ്രൈമറി കാർബോകാറ്റയോൺ ആണ്. ആൻഡ് സെക്കൻഡ് കോമ്പൗണ്ടിൽ ഫോം ചെയ്യുന്നത് ഒരു സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ്. ഈ പോസിറ്റീവ് ചാർജ് ബിയർ ചെയ്യുന്ന കാർബൺ രണ്ട് കാർബൺ ആറ്റവുമായിട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആണ്. സോ ഇറ്റ്സ് എ സെക്കൻഡറി കാർബോകാറ്റയോൺ. ഇനി ലാസ്റ്റ് കോമ്പൗണ്ട് കൺസിഡർ ചെയ്താലോ? ഇവിടെ ഫോം ചെയ്യുന്നത് ഒരു ബെൻസൈൽ കാർബോകാറ്റയോൺ ആണ്. ദാറ്റ് ഈസ് പോസിറ്റീവ് ചാർജ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന കാർബൺ ഒരു ബെൻസീൻ റിങ്ങുമായിട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ടാണ് ബെൻസൈൽ കാർബോകാറ്റയോൺ എന്ന് പറയുന്നത്. ഓക്കെ, കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി ഓർഡർ നോക്കുകയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ബെൻസൈൽ ആണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത്, ദെൻ സെക്കൻഡറി കാർബോകാറ്റയോൺ, ദെൻ പ്രൈമറി കാർബോകാറ്റയോൺ. അപ്പോൾ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് ബെൻസൈൽ കാർബോകാറ്റയോൺ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് SN1 റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത് ഫോർത്ത് കോമ്പൗണ്ട് ആയിരിക്കും.